നമസ്കാരം, ഞാൻ മഞ്ജുഷ. പ്രധാന വാർത്തകൾ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ. വോട്ടിംഗ് യന്ത്രങ്ങളുടെ വിതരണം നവംബർ 29 മുതൽ ഡിസംബർ 1 വരെ. 1925 ഉദ്യോഗസ്ഥർ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കും. യുവത്വത്തിന്റെ പ്രതീകമായി അഡ്വക്കേറ്റ് അഭിലാഷ് ചന്ദ്രൻ. ജില്ലാ പഞ്ചായത്ത് പൊൻകുന്നം ഡിവിഷൻ UDF സ്ഥാനാർത്ഥി പ്രചരണം ഊർജിതം. കലാമാമാങ്കത്തിന് കൊടിയിറങ്ങി. കോട്ടയം ഈസ്റ്റ് ഉപജില്ലയ്ക്ക് കിരീടം. കാഴ്ചക്കാർക്ക് ആവേശമായി പണിയ നൃത്തവും ചവിട്ടുനാടകവും. തിരക്കിലമർന്ന് എരുമേലി. അയ്യനെയും വാവരെയും വണങ്ങി പേട്ടതുള്ളി സ്വാമിമാർ സന്നിധാനത്തിൽ. സുരക്ഷാ വലയത്തിൽ എരുമേലി. വാർത്തകൾ വിശദമായി. കോട്ടയം ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ എത്തി. വോട്ടിംഗ് യന്ത്രങ്ങൾ ഏറ്റുമാനൂരിലെ ജില്ലാ വെയർഹൌസിൽ നിന്ന് ശനിയാഴ്ച മുതൽ ഡിസംബർ 1 വരെ ബ്ലോക്ക് മുനിസിപ്പാലിറ്റി തല റിട്ടേണിംഗ് ഓഫീസർമാർക്ക് നൽകി തുടങ്ങുമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ അറിയിച്ചു. കോട്ടയം ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ കളക്ടർ ചേതൻകുമാർ മീണ അറിയിച്ചു. വോട്ടിംഗ് യന്ത്രങ്ങൾ ഏറ്റുമാനൂരിലെ ജില്ലാ വെയർഹൌസിൽ നിന്നും ശനിയാഴ്ച മുതൽ ഡിസംബർ 1 വരെ ബ്ലോക്ക് മുനിസിപ്പാലിറ്റി തലങ്ങളിലെ റിട്ടേണിംഗ് ഓഫീസർമാർക്ക് നൽകി തുടങ്ങും. ഡിസംബർ 3 മുതൽ 5 വരെ ബ്ലോക്ക് മുനിസിപ്പൽ തലങ്ങളിലെ വിതരണ കേന്ദ്രങ്ങളിൽ വോട്ടിംഗ് യന്ത്രങ്ങളുടെ കമ്മീഷനിംഗ് നടക്കും. വോട്ടിംഗ് യന്ത്രത്തിന്റെ 1925 കൺട്രോൾ യൂണിറ്റുകളും 5775 ബാലറ്റ് യൂണിറ്റുകളുമാണ് ജില്ലയിൽ ആവശ്യമുള്ളത്. നിലവിൽ 3404 കൺട്രോൾ യൂണിറ്റുകളും 9516 ബാലറ്റ് യൂണിറ്റുകളും കമ്മീഷനിങ്ങിനായി സജ്ജമാക്കിയിട്ടുണ്ടെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. ആവശ്യമുള്ളതിനേക്കാൾ 40% പേരെ അധികമായി ഉൾപ്പെടുത്തിയാണ് നിലവിൽ പോളിംഗ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുള്ളത്. 20% പേരെ കൂടി ഒഴിവാക്കി 20% ജീവനക്കാരെ റിസർവായി നിലനിർത്തിക്കൊണ്ട് പോളിംഗ് ജീവനക്കാരുടെ അന്തിമ പട്ടിക നിർണ്ണയിക്കുന്നതിനുള്ള രണ്ടാം ഘട്ട റാൻഡമൈസേഷൻ ഡിസംബർ 2 നടക്കുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. നമുക്ക് ആദ്യത്തെ ഒരു BLOമാരുടെ പഞ്ചായത്തിൽ കൂടി ഡ്യൂട്ടി ആയിരുന്നു. പഞ്ചായത്ത് ഓഫീസറിന്റെ BLOമാരെ കൂടി അങ്ങനെ ഡ്യൂട്ടി ആയിരുന്നു. അത് നമുക്ക് എല്ലാവരുടെയും ഉറപ്പാക്കി. കുറച്ച് RO സ്റ്റാഫിന്റെ പോളിംഗ് സ്റ്റേഷനിൽ പോളിംഗ് വേണ്ടിയിട്ട് ഡ്യൂട്ടി വന്നു. അതും എല്ലാം ഉറപ്പാക്കി. ഇപ്പോൾ അങ്ങനെ ഒന്നും പ്രശ്നമില്ല. ഇത് ഓൺഗോയിങ് പ്രൊസീജിയറാണ്. നമുക്ക് എന്തെങ്കിലും ഒരു ഈ റിക്വസ്റ്റ് വന്നപ്പോൾ നമുക്ക് ഉടനെ തന്നെ ഉറപ്പാക്കുന്നു. ബിക്കോസ് നമുക്ക് ഓൾറെഡി സഫിഷ്യൻറ്റ് 40% ഇനീഷ്യലായിട്ട് എക്സ്ട്രാ മെൻ പവർ എടുത്തായിരുന്നു. ബിക്കോസ് എവറി ഇയർ സച്ച് ഒരു ഡ്യൂപ്ലിക്കേഷൻ അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെ ഒരു റിക്വസ്റ്റ് വന്നപ്പോൾ നമുക്ക് ഉടനെ തന്നെ അത് മാറ്റുന്നു. പ്രിസൈഡിംഗ് ഓഫീസർ, 1ാം പോളിംഗ് ഓഫീസർ, 2ാം പോളിംഗ് ഓഫീസർ, 3ാം പോളിംഗ് ഓഫീസർ എന്നീ ചുമതലകളിൽ 1925 ഉദ്യോഗസ്ഥരെയാണ് നിയോഗിക്കുന്നത്. ഓരോ വിഭാഗത്തിലും 385 ഉദ്യോഗസ്ഥരെ റിസർവായി ഉൾപ്പെടുത്തും. പോളിംഗ് ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനം ബ്ലോക്ക് പഞ്ചായത്ത് നഗരസഭാ തലങ്ങളിൽ വെള്ളിയാഴ്ച പൂർത്തിയായി. ജില്ലയിൽ 60 സെൻസിറ്റീവ് പോളിംഗ് ബൂത്തുകളാണുള്ളതെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. ആകെ 1925 പോളിംഗ് ബൂത്തുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിന് നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് CM ശ്രീജിത്ത്, തെരഞ്ഞെടുപ്പ് ഡെപ്യൂട്ടി കളക്ടർ ഷീബ മാത്യു, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ജസ്റ്റിൻ ജോസഫ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. യുവത്വത്തിന്റെ പ്രതീകമായി അഡ്വക്കേറ്റ് അഭിലാഷ് ചന്ദ്രൻ ജനങ്ങളുടെ ഇടയിലേക്ക്. ജില്ലാ പഞ്ചായത്ത് പൊൻകുന്നം ഡിവിഷൻ സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് അഭിലാഷ് ചന്ദ്രൻ പര്യടനം തുടരുകയാണ്. സൗമ്യതയുടെ പ്രതീകമായ അഡ്വക്കേറ്റ് അഭിലാഷ് ചന്ദ്രൻ കോട്ടയം ജില്ലാ പഞ്ചായത്തിലേക്കുള്ള തന്റെ കന്നി അംഗത്തിൽ വിജയം ഉറപ്പിച്ചുള്ള പോരാട്ടത്തിലാണ്. പൊൻകുന്നം ഡിവിഷനിൽ നിന്നും ജനവിധി തേടുന്ന അഡ്വക്കേറ്റ് അഭിലാഷ് ചന്ദ്രൻ വോട്ടർമാരെ നേരിൽ കാണുന്ന തിരക്കിലാണ്. വാഴൂർ SVR NSS കോളേജിലെ പഠനകാലത്ത് KSUവിലൂടെയാണ് അഡ്വക്കേറ്റ് അഭിലാഷ് ചന്ദ്രൻ രാഷ്ട്രീയത്തിൽ എത്തിയത്. കോൺഗ്രസ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം, ചിറക്കടവ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ്, കാഞ്ഞിരപ്പള്ളി റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റി ഭരണസമിതി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരുന്നു. ചിറക്കടവ് അമ്പലം ഉപദേശക സമിതി അംഗം, പരിയാരത്ത് കുടുംബക്ഷേത്രം പ്രസിഡന്റ്, കിഴക്കുംഭാഗം NSS കരയോഗം പ്രസിഡന്റ്, കാഞ്ഞിരപ്പള്ളി ആശുപത്രി വികസന സമിതി അംഗം എന്നീ നിലകളിലും പ്രവർത്തിക്കുന്നുണ്ട്. പരമാവധി വോട്ടർമാരെ നേരിൽ കാണുകയാണ് അഡ്വക്കേറ്റ് അഭിലാഷ് ചന്ദ്രൻ. നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് അഭിലാഷ് ചന്ദ്രൻ, കോട്ടയം ജില്ലാ പഞ്ചായത്ത് പൊൻകുന്നം ഡിവിഷനെ പ്രതിനിധീകരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി. വരാൻ പോകുന്ന 9-ാം തീയതി കേരളത്തിലെ എമ്പാടും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ. ഈ തെരഞ്ഞെടുപ്പിൽ പൊൻകുന്നത്തെ പ്രതിനിധീകരിച്ച് ഞാനും മത്സരിക്കുന്നു. ജനങ്ങളുടെ വികസനങ്ങൾക്കൊപ്പം, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ വികസനങ്ങൾക്കൊപ്പം ഞാൻ ഉണ്ടാകും എന്ന് ഉറപ്പു തരികയാണ്. അതുപോലെ തന്നെ പ്രാദേശിക വികസനങ്ങളിലും തീർച്ചയായും ജനങ്ങൾക്കൊപ്പം ഞാൻ ഉണ്ടാവും എന്ന ഉറപ്പ് കൂടി തരികയാണ്. ഡിസംബർ മാസം 9-ാം തീയതി കേരളത്തിൽ നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി
പൊൻകുന്നം ജില്ലാ ഡിവിഷനിൽ മത്സരിക്കുന്ന എന്നെ കൈയടയാളത്തിൽ വൻപിച്ച ഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. നന്ദി, നമസ്കാരം. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ 71 ഗ്രാമപഞ്ചായത്തുകളിൽ 60 എണ്ണത്തിലും മത്സര രംഗത്തുള്ളത് കൂടുതൽ വനിതകളാണ്. ഏറ്റവും കൂടുതൽ സ്ത്രീകൾ മത്സരിക്കുന്നത് കോട്ടയം നഗരസഭയിലാണ്, 89 പേർ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലയിൽ സ്ഥാനാർത്ഥികളുടെ അന്തിമ ചിത്രം തെളിഞ്ഞപ്പോൾ ഭൂരിപക്ഷം ഗ്രാമപഞ്ചായത്തുകളിലും എണ്ണത്തിൽ മുന്നിൽ വനിതകൾ. 71 ഗ്രാമപഞ്ചായത്തുകളിൽ 60 വനിതാ സ്ഥാനാർത്ഥികളാണ് കൂടുതൽ. ഏറ്റവും അധികം സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് കാഞ്ഞിരപ്പള്ളിയിലാണ്. 87 സ്ഥാനാർത്ഥികളിൽ 48 പേരും വനിതകളാണ്. 7 മാത്രമാണ് പുരുഷ സ്ഥാനാർത്ഥികൾ ഉള്ളത്. മുളക്കുളം, നീണ്ടൂർ, ബ്രഹ്മമംഗലം, കൊഴുവനാൽ, തീക്കോയി, മീനടം, വാഴപ്പള്ളി ഗ്രാമപഞ്ചായത്തുകൾ. ചെമ്പ്, ഉദയനാപുരം, മൂന്നിലവ്, തലനാട് ഗ്രാമപഞ്ചായത്തുകളിൽ സ്ത്രീ പുരുഷ സ്ഥാനാർത്ഥികൾ എണ്ണത്തിൽ ഒപ്പമാണ്. ഗ്രാമപഞ്ചായത്തുകളിലെ ആകെ സ്ഥാനാർത്ഥികളുടെ എണ്ണം 4032 ആണ്. 2182 സ്ത്രീകളും 1850 പുരുഷന്മാരും. ജില്ലയിൽ ഏറ്റവും കൂടുതൽ വനിതകൾ മത്സര രംഗത്തുള്ള തദ്ദേശ സ്ഥാപനം കോട്ടയം നഗരസഭയാണ്. 178 പേരിൽ 89 പേരും വനിതകളാണ്. ചങ്ങനാശ്ശേരിയിൽ 135 പേരിൽ 79 വനിതകളും, ഏറ്റുമാനൂരിൽ 124 പേരിൽ 65 പേരും, വൈക്കത്ത് 91 സ്ഥാനാർത്ഥികളിൽ 51 പേരും വനിതകളാണ്. നഗരസഭകളിലും സ്ത്രീകളാണ് മുന്നിൽ. പാല, ഈരാറ്റുപേട്ട നഗരസഭകളിൽ മാത്രമാണ് പുരുഷ സ്ഥാനാർത്ഥികൾ കൂടുതലായി ഉള്ളത്. 83 പേർ മത്സരിക്കുന്ന കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ 47 പേരും വനിതകളാണ്, 36 പേർ പുരുഷന്മാർ. എന്നാൽ ബ്ലോക്ക് പഞ്ചായത്തുകളിലെ സ്ഥാനാർത്ഥികളുടെ ആകെ എണ്ണത്തിൽ പുരുഷന്മാരാണ് കൂടുതൽ. 489 പേരിൽ 237 പേരാണ് വനിതാ സാരഥികൾ. ജില്ലയിലെ ആകെ സ്ഥാനാർത്ഥികളുടെ എണ്ണം 5281 ആണ്. ഇതിൽ 2823 പേർ സ്ത്രീകളാണ്. പുരുഷന്മാരുടെ എണ്ണം 2458. സ്ത്രീകളെക്കാൾ 365 പേർ പുരുഷന്മാർ കുറവാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയത്ത് ഹരിത വോട്ട് വണ്ടി പ്രയാണം തുടങ്ങി. ഹരിതചട്ടം ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഹരിതചട്ടം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹരിത വോട്ട് വണ്ടി ജില്ലാതല റോഡ് ഷോ പ്രയാണം ആരംഭിച്ചു. ജില്ലാ ഭരണകൂടത്തിന്റെയും ശുചിത്വ മിഷന്റെയും നേതൃത്വത്തിലാണ് പദ്ധതി. ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ IAS ഹരിത വോട്ട് വണ്ടി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഹരിത തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ബുക്ക്ലെറ്റിന്റെ പ്രകാശനവും നിർവഹിച്ചു. നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ ഓൾറെഡി പഞ്ചായത്ത് ഇലക്ഷൻ ഓൺഗോയിങ് ആണ്. ക്യാമ്പയിനിങ് ഓൾറെഡി ഓൺഗോയിങ് ആണ്. നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ ഏകദേശം 300 to 400 ടൺസ് വേസ്റ്റ് ജനറേറ്റ് ആകാൻ സാധ്യത ഉണ്ട്. ഈ കമ്മീഷനിൻ്റെ ഡിസ്ട്രിക്ട് ഇലക്ഷൻ കമ്മീഷനിൻ്റെ ഡിസിഷൻ അനുസരിച്ച് നമ്മുടെ ഈ ഇലക്ഷൻ നമുക്ക് ഗ്രീൻ പ്രോട്ടോകോൾ എല്ലാവർക്കും പാലിക്കാൻ ആവശ്യമാണ്. ആൻഡ് മിനിമം നമുക്ക് ഈ വേസ്റ്റ് ജനറേറ്റ് ചെയ്യണം. സോ ലെറ്റ് us try to make this campaign totally without any polythene, without PVC, without any material which is considered non-degradable. Let us try to keep our environment healthy and green. Thank you so much. അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് S. ശ്രീജിത്ത്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ബിനു ജോൺ, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ലക്ഷ്മി പ്രസാദ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ C. ശ്രീലേഖ, ശുചിത്വ മിഷൻ ടെക്നിക്കൽ കൺസൾട്ടന്റ് അക്ഷയ് സുധീർ, ശുചിത്വ മിഷൻ പ്രോഗ്രാം ഓഫീസർ നോബിൻ സേവ്യർ ജോസ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. 29-ന് ഏറ്റുമാനൂർ, വൈക്കം, കടുത്തുരുത്തി, ഉഴവൂർ, ഡിസംബർ 1-ന് പാമ്പാടി, ലാളം, പാല, ഡിസംബർ 2-ന് ഈരാറ്റുപേട്ട എന്നീ പ്രദേശങ്ങളിലൂടെ റോഡ് ഷോ പ്രയാണം നടത്തും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് തിരശ്ശീല വീണു. കോട്ടയം ഈസ്റ്റ് ഉപജില്ല ഓവറോൾ ചാമ്പ്യന്മാരായി 8000 പ്രതിഭകളാണ് 4 ദിവസങ്ങളിലായി നടന്ന മത്സരങ്ങളിൽ മാറ്റുരച്ചത്. 4 ദിവസം കോട്ടയത്തിന് കലയുടെ രാപ്പകലുകൾ സമ്മാനിച്ച് കോട്ടയം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് തിരശ്ശീല വീണു. കലോത്സവ നാളുകൾ മനസ്സിൽ സ്വപ്നം കണ്ടു നടന്ന കലാപ്രതിഭകൾ നിലവാരമുള്ള ഇനങ്ങൾ അവതരിപ്പിച്ച് കാഴ്ചക്കാരായ ആസ്വാദകരുടെ മനം കവർന്നു. സമാപന ദിവസം ചവിട്ട് നാടകം, പണിയ നൃത്തം, പദ്യം ചൊല്ലൽ, ദേശഭക്തിഗാനം തുടങ്ങിയ ഇനങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു. വയനാട് ജില്ലയിലെ പണിയ വിഭാഗക്കാരുടെ തനത് കലാരൂപമായ പണിയ നൃത്തം കാഴ്ചക്കാർക്ക് വേറിട്ട അനുഭവമായി.
കൂടാതെ ചവിട്ടുനാടകത്തിലും കുട്ടികൾ മികച്ച മത്സരമാണ് കാഴ്ചവെച്ചത്. കേരളത്തിൽ ലത്തീൻ ക്രൈസ്തവരുടെ ഇടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന കലാരൂപമാണ് ചവിട്ടുനാടകം. സൽകഥാപാത്രങ്ങൾക്കും ക്രൗര്യ സ്വഭാവമുള്ള കഥാപാത്രങ്ങൾക്കും പ്രത്യേകം ചുവടുകളും കണ്ണഞ്ചിപ്പിക്കുന്ന വേഷവിധാനങ്ങളും അണിഞ്ഞാണ് ചവിട്ടുനാടകത്തിലെ കഥാപാത്രങ്ങൾ വേദിയിലെത്തിയത്. കോട്ടയം ഈസ്റ്റ് ഉപജില്ല ഓവറോൾ ചാമ്പ്യന്മാരായി. തുടക്കം മുതൽ കോട്ടയം ഈസ്റ്റ് ഉപജില്ല ആധിപത്യം പുലർത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. തിരക്കിലമർന്ന് എരുമേലി. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ഭക്തരാണ് എരുമേലിയിലെത്തി പേട്ടതുള്ളി ശബരിമലയ്ക്ക് ദർശനത്തിന് പോകുന്നത്. ശബരിമല തീർത്ഥാടകരുടെ പ്രധാന ഇടത്താവളമായ എരുമേലിയിൽ ഭക്തരുടെ നിലയ്ക്കാത്ത പ്രവാഹം. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് രാവിലെ മുതൽ ഇടമുറിയാതെ എരുമേലിയിലെത്തുന്നത്. കൊച്ചമ്പലത്തിൽ തൊഴുത് വാവരസ്വാമിയെ വണങ്ങി പേട്ടതുള്ളിയാണ് തീർത്ഥാടകർ വലിയമ്പലത്തിലെത്തുന്നത്. എരുമേലി പട്ടണവും പരിസരവും തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. എരുമേലി പട്ടണത്തിനും തീർത്ഥാടകർ എത്തുന്ന പ്രധാന കേന്ദ്രങ്ങളിലും പോലീസിന്റെ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, എരുമേലി. ശബരിമല തീർത്ഥാടകരുടെ സൗകര്യാർത്ഥം കോട്ടയം KSRTC ഡിപ്പോയിൽ നിന്നും എരുമേലി പമ്പ റൂട്ടിൽ കൂടുതൽ ബസ്സുകൾ സർവീസ് ആരംഭിച്ചു. നിലവിൽ 45 ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. 190 രൂപയാണ് പമ്പയ്ക്കുള്ള യാത്രാ നിരക്ക്. എരുമേലിക്ക് 96 രൂപയും. കൂടാതെ ചാർട്ടേഡ് ബസ്സുകളും ഉണ്ട്. ശബരിമല തീർത്ഥാടകരുടെ സൗകര്യാർത്ഥം കോട്ടയം KSRTC ഡിപ്പോയിൽ നിന്നും എരുമേലി പമ്പ റൂട്ടിൽ കൂടുതൽ ബസ്സുകൾ സർവീസ് ആരംഭിച്ചു. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന അയ്യപ്പന്മാരെ KSRTC സ്റ്റാൻഡിൽ എത്തിക്കാൻ വേണ്ട സജ്ജീകരണവും ഒരുക്കിയിട്ടുണ്ട്. തിരക്ക് വർദ്ധിക്കുന്നതിനനുസരിച്ച് കൂടുതൽ ബസ്സുകൾ സർവീസ് നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു. KSRTC 15-ാം തീയതി തൊട്ട് തന്നെ ഇവിടുന്ന് സർവീസുകൾ ആരംഭിച്ചായിരുന്നു. ഈ മാസം ഏകദേശം 40-50 സർവീസുകളായിരുന്നു ആദ്യം തുടങ്ങിയത്. ഇപ്പോൾ തിരക്കനുസരിച്ച് സർവീസുകൾ കൂടുതലായിട്ട് തുടങ്ങുന്നുണ്ട്. ഇപ്പം തിരക്ക് കാലമാണ്. ഇപ്പം നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇവിടെ നിന്ന് എരുമേലിക്കും പമ്പയ്ക്കുമാണ് സർവീസുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ സർവീസുകൾ തുടർന്ന് പോകുന്നു. നമ്മുടെ റെയിൽവേയിൽ ഇതിനായി പ്രത്യേക ഒരു കൗണ്ടർ രൂപീകരിച്ചിട്ടുണ്ട്. നിലവിൽ 45 ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. ദിവസേന 100 കണക്കിന് അയ്യപ്പന്മാർ KSRTCയെ ആശ്രയിച്ച് സന്നിധാനത്ത് എത്തുന്നുണ്ട്. ഒരാൾക്ക് പമ്പ വരെ 190 രൂപയാണ് യാത്രാ നിരക്ക്. എരുമേലി വരെ 98 രൂപയും. തീർത്ഥാടകരുടെ സൗകര്യാർത്ഥം ചാർട്ടേഡ് സർവീസും നടത്തുന്നുണ്ട്. ഈ ബസ്സുകൾ തീർത്ഥാടകരുമായി എരുമേലിയിലെത്തി 1.5 മണിക്കൂർ അയ്യപ്പന്മാർക്ക് എരുമേലി ക്ഷേത്രത്തിലും വാവരുനടയിലും തൊഴുത് തിരിച്ച് പമ്പയ്ക്ക് യാത്ര തുടരാം. അയ്യപ്പന്മാർക്ക് വിരിവയ്ക്കുന്നതിനുള്ള സൗകര്യങ്ങളും KSRTC സ്റ്റാൻഡിൽ ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മുണ്ടക്കയം എരുമേലി റൂട്ടിൽ കണ്ണിമല കുത്തിറക്കത്തിൽ തീർത്ഥാടകരുടെ വാഹനം നിയന്ത്രണം വിട്ട് മറിഞ്ഞു. 5 തീർത്ഥാടകർക്ക് പരിക്കേറ്റു. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. തുടർച്ചയായ 7ാം വർഷവും അയ്യനെ കാണാൻ ആലപ്പുഴ ചേർത്തലയിൽ നിന്നും പുറപ്പെട്ടിരിക്കുകയാണ് 7-അംഗ സംഘം. ഈ മാസം 26-ന് മുഹമ്മയിൽ നിന്ന് തിരിച്ച സംഘം തിങ്കളാഴ്ച സന്നിധാനത്തെത്തും. ബുധനാഴ്ചയാണ് 7-അംഗ സംഘം ആലപ്പുഴ ചേർത്തലയിൽ നിന്നും കെട്ടുമുറുക്കി കാൽനടയായി ശബരിമലയിലേക്ക് യാത്ര തിരിച്ചത്. മുഹമ്മ തായിപ്രകുന്ന് ശൈലേശ്വര ക്ഷേത്രത്തിൽ നിന്ന് കെട്ടുമുറുക്കി യാത്ര തിരിച്ച സംഘം ആദ്യ ദിവസം കുമരകം വിരിപ്പുകാല ക്ഷേത്രത്തിൽ വിരിവെച്ചു. 2ാം ദിവസം തിരുനക്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ് വിരിവെച്ചത്. 3ാം ദിവസം പാമ്പാടി ആലാമ്പള്ളി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും 4ാം നാൾ ചിറക്കടവ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലും വിശ്രമിച്ചു. 6ാം നാൾ എരുമേലിയെത്തി പേട്ടതുള്ളി മല കയറും. 7ാം നാൾ തിരിച്ചിറങ്ങും. തുടർച്ചയായി 7ാം വർഷമാണ് സംഘം ശബരിമലയിലേക്ക് പോകുന്നത്. എല്ലാ വർഷവും 100-ലധികം സ്വാമിമാർ സംഘത്തിൽ ഉണ്ടാകുന്നതാണ്. ഇക്കുറി 7 പേർ മാത്രമാണ് സംഘത്തിലുള്ളതെന്ന് സംഘാംഗങ്ങൾ പറഞ്ഞു. 26-ാം തീയതി രാവിലെ
ആലപ്പുഴ ജില്ലയിൽ മുഹമ്മ തായിപ്പുറത്ത് നിന്ന് ശൈനേശ്വര ക്ഷേത്രത്തിൽ നിന്ന് കെട്ടുമുറുക്കി വരികയാണ് സ്വാമിമാരാണ്. ഞങ്ങൾ ഇന്നലെ കുമരകം വിരിപ്പുകാല ക്ഷേത്രത്തിൽ വിരിവെച്ചിട്ട് അവിടുന്ന് വെളുപ്പിന് 3:30 നടന്ന് കോട്ടയം തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിൽ വിരിവെച്ചു. അവിടുന്ന് 3:30 ഇറങ്ങി ഇന്നിപ്പോൾ കോട്ടയം പാമ്പാടി ക്ഷേത്രത്തിലാണ്, പാമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വിരിവെച്ച് കിടന്നത്. പിറ്റേ ദിവസം രാവിലെ കൊടുങ്ങൂര്, വൈകുന്നേരം ചിറക്കടവ്, 5-ാമത്തെ ദിവസം എരുമേലിയിൽ പേട്ടതുള്ളി, 6-ാമത്തെ ദിവസം സന്നിധാനത്ത് ദർശനം നടത്തി, 7-ാമത്തെ ദിവസം തിരിച്ചു വരികയാണ്. ഞങ്ങളിപ്പോൾ എല്ലാ വർഷവും പോകുന്നതാണ്. ഈ കൂട്ടത്തിൽ എന്നേക്കാളും കൂടുതൽ പോയിട്ടുള്ള സ്വാമിമാരുണ്ട്. ഞാൻ 5-ാമത്തെ വർഷമായിട്ടുള്ളൂ. ഈ സ്വാമി 6-7 വർഷമൊക്കെ സ്വാമിമാരുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ആള് കുറവാണ്. സാധാരണ 100-130 പേരൊക്കെ വരെ വരാറുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം ബെസേലിയസ് കോളേജ് കാർണിവൽ ലൂമിനോറയ്ക്ക് തുടക്കം. വിജ്ഞാനവും വിനോദവും ഇഴചേരുന്ന ജില്ലയിലെ ഏറ്റവും വലിയ ക്യാമ്പസ് കാർണിവലാണ് ലൂമിനോറ 2K25. വിജ്ഞാനവും വിനോദവും ഇഴചേർന്ന് ബെസേലിയസ് കോളേജിൽ ലൂമിനാറോ കാർണിവൽ നടന്നു. രാവിലെ ആരംഭിച്ച കാർണിവൽ വൈകുന്നേരം 4 മണി വരെ നീണ്ടു. ശാസ്ത്ര സാങ്കേതിക പ്രദർശനമാണ് ഒരുക്കിയിരുന്നത്. കോളേജ് ഓഡിറ്റോറിയത്തിലും സയൻസ് ബ്ലോക്കിലുമായി നടന്ന പ്രദർശനത്തിൽ ക്യൂരിയോസിറ്റി വിഭാഗത്തിൽ വിവിധ സർക്കാരിതര സ്ഥാപനങ്ങൾ പങ്കെടുത്തു. MG സർവകലാശാല സ്കൂൾ ഓഫ് ബിഹേവിയറൽ സയൻസസ്, സ്കൂൾ ഓഫ് എൻവയോൺമെന്റൽ സയൻസസ്, മഹാത്മാഗാന്ധി ഇന്നോവേഷൻ ഫൗണ്ടേഷൻ, സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ, ഫുഡ് ആൻഡ് സേഫ്റ്റി വിഭാഗം, ട്രോപ്പിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇക്കോളജിക്കൽ സയൻസസ്, നെറ്റ്കോം അക്കാദമിയുടെ റോബോട്ടിക് വിഭാഗം എന്നിവർ ഒരുക്കിയ സ്റ്റാളുകൾ ശ്രദ്ധേയമായി. കൂടാതെ കോളേജിലെ തന്നെ ശാസ്ത്ര സാങ്കേതിക പഠന വിഭാഗങ്ങൾ ഒരുക്കിയ സ്റ്റാളുകളും ഉണ്ടായിരുന്നു. അനാട്ടമി പ്രദർശനത്തിൽ മനുഷ്യരുടെ ആന്തരിക അവയവങ്ങൾ കാണുന്നതിനും അവയുടെ പ്രവർത്തനങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നതിനുമുള്ള അവസരങ്ങൾ ഒരുക്കി. കൂടാതെ പ്രദർശനം കാണാനെത്തിയ വിദ്യാർത്ഥികൾക്ക് സ്റ്റാർട്ടപ്പ് എക്സ്പോ, ജ്യോതിശാസ്ത്രം, ബഹിരാകാശ ശാസ്ത്രം, വർക്കിംഗ് മോഡൽസ് എന്നിവ കാണുന്നതിനും തത്സമയ പരീക്ഷണ നിരീക്ഷണങ്ങൾ കണ്ടു മനസ്സിലാക്കുന്നതിനും ശാസ്ത്ര സാങ്കേതിക ലാബുകൾ കാണുന്നതിനുമുള്ള അവസരം ഒരുക്കിയിരുന്നു. ശാസ്ത്ര സാങ്കേതിക പ്രദർശനത്തിലായി 30-ലധികം സ്റ്റാളുകൾ ഉണ്ടായിരുന്നു. കാർണിവലിന്റെ ഭാഗമായി മികച്ച ശാസ്ത്ര പ്രതിഭകളെ കണ്ടെത്താനായി സംസ്ഥാന തലത്തിൽ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി വർക്കിംഗ് മോഡലുകളുടെ പ്രദർശന മത്സരവും ഒരുക്കി. കോളേജിലെ കുട്ടികളും അധ്യാപകരും തമ്മിലുള്ള ഒരു ക്ലാസ് റൂമിന് പുറത്തുള്ള ഒരു ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിനും അതോടൊപ്പം കുട്ടികൾക്ക് അക്കാഡമിക്സിന് പുറമേ നിന്നുകൊണ്ട് കുറേ കാര്യങ്ങളിൽ പെർഫോം ചെയ്യുന്നതിനും കുറേ കാര്യങ്ങൾ ഉത്തരവാദിത്തങ്ങൾ എടുത്തുകൊണ്ട് ലീഡർഷിപ്പ് റോളിൽ പെർഫോം ചെയ്യുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രധാനമായിട്ട് സംഘടിപ്പിക്കുന്നത്. ഇത് കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളും അധ്യാപകരും പല രീതിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റായിട്ട് പറയാവുന്നത്. ഇത് പല ഈ കാർണിവലിന് പല ഭാഗങ്ങളുണ്ട്. പ്രധാനമായിട്ടും നമുക്ക് എക്സിബിഷൻസും കൂടാതെ നമുക്ക് ഫുഡ് ഫെസ്റ്റ് ഉണ്ട്, ഗെയിം ഷോകളുണ്ട്. വൈകുന്നേരം നമുക്കൊരു തരംഗ് എന്ന പേരിൽ നമ്മുടെ കുട്ടികൾ പെർഫോം ചെയ്യുന്ന ഒരു കൾച്ചറൽ നൈറ്റുണ്ട്. അതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് 200ഓളം കുട്ടികൾ തരംഗ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ. വോട്ടിംഗ് യന്ത്രങ്ങളുടെ വിതരണം നവംബർ 29 മുതൽ ഡിസംബർ 1 വരെ. 1925 ഉദ്യോഗസ്ഥർ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കും. യുവത്വത്തിന്റെ പ്രതീകമായി അഡ്വക്കേറ്റ് അഭിലാഷ് ചന്ദ്രൻ. ജില്ലാ പഞ്ചായത്ത് പൊൻകുന്നം ഡിവിഷൻ UDF സ്ഥാനാർത്ഥി പ്രചരണം ഊർജിതം. കലാമാമാങ്കത്തിന് കൊടിയിറങ്ങി. കോട്ടയം ഈസ്റ്റ് ഉപജില്ലയ്ക്ക് കിരീടം. കാഴ്ചക്കാർക്ക് ആവേശമായി പണിയ നൃത്തവും ചവിട്ടുനാടകവും. തിരക്കിലമർന്ന് എരുമേലി. അയ്യനെയും വാവരെയും വണങ്ങി പേട്ടതുള്ളി സ്വാമിമാർ സന്നിധാനത്തിൽ. സുരക്ഷാ വലയത്തിൽ എരുമേലി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.